എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് അടിപൊളി ഒരു പെരളൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി എല്ലാം നമ്മൾ വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിന് വേണ്ട മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 സ്പൂണ് പെരുംജീരകം, ഒരു ചെറിയ 2 കഷ്ണം കറുവ, 2-3 ഗ്രാമ്പൂ, 2-3 ഏലക്ക ഇവ അതിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് സബോള ചെറുതായി അരിഞ്ഞത് ചേർക്കണം. നമ്മൾ വലിയ സബോള 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർക്കാനായി നമ്മളൊരു 5 പച്ചമുളക്, 1 കൂടം വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, 6-7 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില ഇവയെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഉപ്പ് ചേർത്ത സബോള ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. സബോള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനിയും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാനുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളകിൻ്റെ കൂട്ടുകൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് വഴന്നു വന്നാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കണം. ഇതിനായി നമ്മളൊരു 4 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലപ്പൊടി ഒരു 1/2 സ്പൂണ്, ഗരം മസാല ഒരു 1/2 സ്പൂണ് ഇവയെല്ലാം കൂടി വഴന്നു വന്ന ഉള്ളിയുടെ കൂട്ടിലേക്ക് ചേർത്ത് നമുക്കൊന്നും കൂടി ചൂടാക്കിയെടുക്കാം. പൊടികളെല്ലാം ഉള്ളിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പം നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർക്കാം. ബീഫ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ചേർക്കാതെ നേരത്തെ കുക്കറിൽ 3-4 വിസിൽ വരെ വേവിച്ചിരുന്നു. ബീഫ് വെന്ത ബാക്കിയായ വെള്ളം നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് വെന്ത ബീഫും കൂടി ഇതിലേക്ക് ചേർക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പൊക്കെ ബീഫിൽ പിടിക്കുന്നത് വരെ ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ നല്ല തോർത്തി വറ്റിച്ചെടുക്കണം. ചാറ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെ വരട്ടിയെടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബീഫ് പെരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ചാറ് കൂട്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതിനാണ്. നമ്മുടെ പെരളൻ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എണ്ണയും നെയ്യും ഒക്കെ നല്ല തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ലേശം എണ്ണ ചേർത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഒന്ന് താളിച്ചൊഴിക്കാം. എരിവൊക്കെ നമുക്ക് ആവശ്യത്തിന് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിക്കാം. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് വിശ്വസിക്കുന്നു.